മീൻ കൊണ്ടുവന്നിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി നല്ല വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നീട് ഇവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞു. എണ്ണ ഒഴിച്ചു അടി കിട്ടും. എണ്ണ ചൂടാവുന്നു, അടുവ് പൊട്ടുന്നു. വെളുത്തുള്ളിടുന്നു. അടുത്ത പൂണ്ടിടാൻ പോകുന്നു. വെളുത്തുള്ളി മൂത്ത് ശകലം ഇളക്കുവാണ്. സവാള സോറി എനിക്ക് തെറ്റിപ്പോയി കേട്ടോ. സവാള ഇടുന്നു. അടുത്ത വെളുത്തുള്ളി ഇടുന്നു. അടുത്ത ഇഞ്ചി ഇടുന്നു. പച്ചമുളക് ഇടുന്നു. കരിയാപ്പില ഇട്ടു. എന്നിട്ട് നല്ല ഇളക്കുക. എന്തൊക്കെ ഇട്ടു? സവാള, വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില, ഇഞ്ചി ഇത്ര ഇട്ട് ഇളക്കുക. നല്ല പടപട പൊട്ടുന്ന വേസ്റ്റ്. ആ കരിയാപ്പിലയുടെ നല്ല മണം വരുന്നുണ്ട്, പച്ചമണം. മസാല അങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ? കളർ വരും, ഗോൾഡൻ കളർ വരുമ്പോൾ പിന്നെ അതിലോട്ടേക്ക് അടുത്തത് മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ ഇടുകയാണ്. ഒരു 1.5 സ്പൂൺ, ചെറിയ സ്പൂൺ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ചെറിയ സ്പൂൺ. അടുത്ത മുളക് പൊടി, അത് 3 സ്പൂൺ. മല്ലിപ്പൊടി 1 സ്പൂൺ. അതങ്ങനെ മൂക്കുവാണ്. നല്ല മണം വരുന്നുണ്ട് മസാലയുടെ. അതിലോട്ട് വെള്ളം ഒഴിച്ച് ഇളക്കുവാണ്. കമ്മി ചെയ്തു. അതിനകത്ത് ശകല കായപ്പൊടി ഇടുന്നു. കായം. അടുത്തത് ശകലം ഉലുവപ്പൊടി ശകലം ഇട്ടു. കായം ഇട്ടു, ഉലുവപ്പൊടി ഇട്ടു. ഇനി അടുത്തത് ഇളക്കുവാണ്. മസാല നല്ല കളർ വന്നു. അത് പുളിയാണ് കേട്ടോ. പുളി വെള്ളം ഒഴിച്ചു ഇളക്കുക. അടുത്തത് ഉപ്പ്.
കണ്ടോ? അപ്പോൾ മീനിൻ്റെ പരിപാടി എന്തായെന്ന് വെച്ചാൽ മീനെല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. തിളച്ചു, നല്ല തിളച്ചുകൊണ്ടിരിക്കുക, നല്ല തിളച്ചുകൊണ്ടിരിക്കുക. വേഗട്ടെ. കണ്ടോ? സ്റ്റവൊക്കെ ഓഫായി തണുപ്പ്, ചെറുതായിട്ട് തണുപ്പ്. നല്ല അടിപൊളി കൂട്ടം കണ്ട, കളർ കണ്ട, സൂപ്പർ.